നമ്മൾ പാർട്ടിപ്പണി, ജാതിപ്പണി, മതപ്പണി ഈ മൂന്ന് കാര്യങ്ങളില്ല. മനുഷ്യരാശി അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആ ഒരു റിയാലിറ്റി അടിസ്ഥാനത്തിലാണ് നമ്മളുടെ എല്ലാ നിലപാടുകളും. മോദി കൊണ്ടുവരുന്ന എന്തും മോശമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ എന്താണ് ചെയ്യുക? ഒരു ഭാഗത്തോട്ട് മാറി നിന്നിട്ട് മറുഭാഗത്തിന് നോക്കി തെറി വിളിക്കുക, അധിക്ഷേപിക്കുക, തുപ്പുക. ഇതാണ് ഇവിടുത്തെ ഒരു കക്ഷി രാഷ്ട്രീയ തിമിരം. നമ്മൾ ഇങ്ങോട്ട് വിളച്ച സംഖ്യയായി, ഇങ്ങോട്ട് വിളച്ച കൊങ്ങിയായി, അങ്ങോട്ട് വിളച്ച അല്ലെ പിന്നെ കമ്മിയോ പിന്നെ സുഡാപ്പിയോ, ഇങ്ങനെയൊക്കെയാണല്ലോ ചാപ്പുകൾ. ഐ നെവർ യൂസ് ദം. ഈ കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു വലിയൊരു ഡിപ്രഷൻ കാലഘട്ടം ഈ KSEBയുടെ ആവിർഭാവത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നതോടുകൂടിയാണ് ഈ നീലിയുടെ ഒരു പ്രഭാവം ഇത് ശരിക്കും കുറഞ്ഞു വന്ന ഇന്ത്യയിൽ, അല്ല കേരളത്തിൽ. യുക്തിവാദവും നിരീശ്വരവാദവും ഒന്നും നമുക്ക് പുതിയ കാര്യമല്ല. മലയാളത്തിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു മുഖവുര ആവശ്യമില്ല. കാരണം പണ്ട് മുതൽക്കേ അത്തരം ഒരു പശ്ചാത്തലം കേരളത്തിനുണ്ട്. അതിനൊപ്പം തന്നെ യുക്തിവാദി സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുടെ പ്രചരണവും ഒക്കെ കടന്നു വന്നു. ഇപ്പോൾ കൗതുകമുള്ള ഒരു കാര്യം, ഒരു പുതിയ തുടക്കം, ഒരു പുതിയ കൂട്ടായ്മ അത് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നു. നവനാസ്തികത. എന്താണ് നവനാസ്തികത? അതിനെക്കുറിച്ച് ഉള്ള ഒരു അന്വേഷണമാണ് ഈ സംഭാഷണം. നമ്മളോടൊപ്പം എസൻസ് ഗ്ലോബലിൻ്റെ അമരക്കാരനായ രവിചന്ദ്രൻ C ഒപ്പമുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നേരത്തെ പറഞ്ഞതുപോലെ പണ്ടും യുക്തിവാദമുണ്ട്. നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ സ്വതന്ത്ര ചിന്ത. അത് സ്വതന്ത്രമാണോ അല്ലയോ എന്നുള്ള തർക്കങ്ങളൊക്കെ ഒരുപാടുണ്ട്. പക്ഷെ നമ്മുടെ കോളേജ് കാലത്ത് അല്ലെങ്കിൽ ഒരു 30 വർഷം മുൻപ് അല്ലെങ്കിൽ 40 വർഷം മുൻപൊക്കെ കാണുന്ന യുക്തിവാദികൾ എപ്പോഴും ഒരു വിഷയത്തെ തർക്കത്തോടു കൂടി സമീപിക്കുകയും താത്വികമായി വിലയിരുത്തുകയും ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയിൽ സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ, അതല്ലെങ്കിൽ മുതിർന്ന ആളുകൾ, അവർ എല്ലാ കാലത്തും സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിൽ നിന്നും കുറേ മാറ്റങ്ങളുണ്ട്. കുറച്ച് ആളും ആരവവുമുണ്ട്. സംഭാഷണങ്ങളുണ്ട്, സംവാദങ്ങളുണ്ട്, സമ്മേളനങ്ങളുണ്ട്. എന്താണ് ശരിക്കും പറഞ്ഞാൽ നവനാസ്തികർ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ നവനാസ്തികത എന്നുള്ള ഒരു പദം സെമാൻറ്റിക്കലായിട്ട് തന്നെ ശരിയല്ല. നാസ്തികത വളരെ പഴയ ഒരു കാര്യമാണ്. മതം മുന്നോട്ട് വെക്കുന്ന ഒരു ലോകവീക്ഷണത്തെ എതിർക്കുന്നതാണ് നാസ്തികതയുടെ ഒരു അടിത്തട്ട പ്രമേയം. അതുകൊണ്ട് നാസ്തികത thousands of years ഓൾഡാണ്. പിന്നെ താങ്കൾ പറഞ്ഞതുപോലെ ഈ നവനാസ്തികർ വേണമെങ്കിൽ സാധ്യമാണ്. കാരണം പുതിയതായിട്ട് വരുന്ന നാസ്തികരെ നവനാസ്തികരെന്ന് വിളിക്കാം. പിന്നെ ഈ സ്വതന്ത്ര ചിന്തയും യുക്തിവാദവും ഇതാണല്ലോ ആദ്യം പറഞ്ഞത്. അപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞാൽ ബേസിക്കലി റാഷണലിസം എന്ന് പറയാം ഇംഗ്ലീഷിൽ. യുക്തിക്കും തെളിവിനും അധിഷ്ഠിതമായി തീരുമാനമെടുക്കാനുള്ള ഒരു ചിന്താ പദ്ധതിയാണ്. അപ്പം അത് നമുക്ക് പൂർണ്ണ യോജിപ്പാണ്. പക്ഷെ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പം ഈ റാഷണലിസത്തിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഫൈനർ ആസ്പെക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഈ വസ്തുതകൾക്കും തെളിവിനും അടിസ്ഥാനമായി തീരുമാനം എടുക്കുമ്പോൾ നിങ്ങളുടെ ബയസുകൾ, നിങ്ങളുടെ അഫിലിയേഷൻസ്, ഇതൊക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ചായ്വുകൾ ഒഴിവാക്കണം. ചായ്വുകളും ചരിവുകളും ഉപേക്ഷിക്കേണ്ടി വരുന്നു. ഫാക്റ്റ് അടിസ്ഥാനത്തിൽ തീരുമാനം എടുക്കേണ്ടി വരുന്നു. തെളിവ് അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകേണ്ടി വരുന്നു. അതാണ് സ്വതന്ത്ര ചിന്തയുടെ ഒരു കാതൽ. അപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ ഇത്തരം മൂവ്മെൻറ്റ്സിനെ രണ്ടായിട്ട് തന്നെ കാണേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എസൻസ് ഗ്ലോബലിൻ്റെ തന്നെ ഒരു അടിത്തട്ട് പ്രമേയം എന്ന് പറയുന്നത് ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ്, എവിഡൻസ് ബേസ്ഡ് മെഡിസിൻ ആൻഡ് ഹ്യൂമനിസം ബേസ്ഡ് സൊസൈറ്റി എന്നാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് സയൻറ്റിഫിക് മെത്തഡോളജി സമൂഹത്തിൻ്റേത് ചിന്താരീതിക്ക് ആയിട്ട് താതാമ്യം പ്രാപിക്കുന്ന ഒരവസ്ഥ, അതാണ് നമ്മൾ മുന്നിൽ കാണുന്നത്. അപ്പം ഇപ്പോൾ ഒരു ചെറിയൊരു ഡിസ്റ്റിങ്റ്റീവ് ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ല, അതിനൊക്കെ പറയുമ്പോഴും ഇതൊരു വലിയ മൂവ്മെൻ്റ് പോലെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്കും ചില ഭിന്നതകൾ എസൻസ് ഗ്ലോബലിൽ സംഭവിച്ചിട്ടില്ലേ? അത് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. അതായത് സയൻറ്റിഫിക് ടെമ്പറിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. സയൻറ്റിഫിക് ടെമ്പറിൽ സ്പ്ലിറ്റ് ഉണ്ടായിട്ടില്ല. എസൻസ് ഗ്ലോബലിലും അങ്ങനെ ഒരു ഭിന്നതയില്ല. അത് ബേസിക്കലി എസൻസ് ഇപ്പോൾ സ്വതന്ത്ര ചിന്ത എന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിയും ഒരു സോവറിൻ റിപ്പബ്ലിക് ആകുകയാണ്. യു ക്യാൻ ടേക്ക് യുവർ ഡിസിഷൻസ്, യു ഡോണ്ട് വെയിറ്റ് ഫോർ ഓർഡേഴ്സ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഓരോ വ്യക്തിയും വിഭിന്നമായിട്ടുള്ള ഒരു തൻ്റെ ആശയങ്ങൾ, തൻ്റെ ചിന്തകൾ, അതിനെ മാനിക്കുകയാണ്. ഓണറിങ് യുവർ സെൽഫ്.
യു ബോസ് അടിമയാവരുത് യു ബോസ് യുവർ സെൽഫ്. അല്ലേ? അടിമയാവരുതെന്നാണ്. അതെ, അടിമ എന്നുള്ളതല്ല, യു ബോസ് യുവർ സെൽഫ്. അപ്പം സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അഭിപ്രായ ഭിന്നതകളുണ്ടാവാം, വ്യത്യസ്ത മാർഗങ്ങളുണ്ടാവാം. സ്വതന്ത്ര ചിന്തയിൽ ഭിന്നത എന്ന് പറയുന്നത് ഒരു ഡിഫോൾട്ട് കണ്ടീഷനാണ്. അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഡിഫോൾട്ട് കണ്ടീഷനാണ്. അപ്പോൾ അല്ലാതെ ഒരു സൈന്യം പോലെയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കൊഹസീവ് യൂണിറ്റ് പോലെയോ മുന്നോട്ട് പോവുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ അടിസ്ഥാന സ്വഭാവത്തിന് വ്യത്യസ്തമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എസൻസ് ഗ്ലോബൽ ഒരു കൂട്ടായ്മ എന്ന നിലയിൽ 2017 17 കാലഘട്ടത്തിലാണ്. അതിൽ ഇതുവരെ അങ്ങനെ ഭിന്നതകളൊന്നും ഉണ്ടായിട്ടില്ല. താങ്കൾ സൂചിപ്പിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ എസൻസ് ഗ്ലോബലിനെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ ആയിരിക്കും എന്ന് ഞാൻ കരുതുന്നു. പിന്നെ ഈ കേരളത്തിലെ മറ്റ് ഇപ്പോൾ യുക്തിവാദി പ്രസ്ഥാനങ്ങളോ യുക്തിവാദികളോ അവരുമായിട്ടാണ് സൂചിപ്പിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പാർട്ടിപ്പണി, ജാതിപ്പണി, മതപ്പണി, ഈ 3 കാര്യങ്ങളില്ല. നമ്മൾ സംസാരിച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തെ പിന്തുണയ്ക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന രീതിയിൽ ഉള്ളൊരു നിലപാട് നമുക്കില്ല. അല്ലെങ്കിൽ നമ്മൾ അവസാനം പറഞ്ഞു വരുമ്പോൾ ഒരു പാർട്ടിയുടെ ഒരു വോട്ട് ബാങ്ക് ക്രിയേറ്റർ ആകുക എന്നുള്ള രീതിയിൽ നമ്മളുടെ ഡിസ്കോഴ്സ് അവസാനിക്കില്ല. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ജാതിയെ വേറൊരു ജാതിക്കെതിരെ പിന്തുണയ്ക്കുക, ഒരു ജാതിക്ക് വേണ്ടി കവചം ഒരുക്കുക, ഇങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മുടെ ഡിസ്കോഴ്സ് മാറില്ല. നമ്മൾ സമൂഹത്തെ ഒന്നായിട്ട് കാണുക, മനുഷ്യരാശി അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ്, ആ ഒരു റിയാലിറ്റി അടിസ്ഥാനത്തിലാണ് നമ്മളുടെ എല്ലാ നിലപാടുകളും. നമ്മളുടെ തനി വഴി നമ്മൾ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത്. തനി വഴി ആയിരിക്കുമ്പോൾ പോലും എസൻസ് ഗ്ലോബലിൻ്റെ സമ്മേളനങ്ങളുടെ ആ സമയത്ത് തന്നെ അവരും ചില സമ്മേളനങ്ങൾ നടത്താറുണ്ടല്ലോ, അതിനെക്കുറിച്ചൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ഈ ജ്യോതിഷം താങ്കൾക്കും അറിയാമല്ലോ, ജ്യോതിഷത്തിലെ ചില സവിശേഷ മുഹൂർത്തങ്ങളുണ്ട്. അപ്പോൾ ഈ ഗുരുവായൂരിൽ താലികെട്ട്, അന്നായിരിക്കും ഒരു 450 താലികെട്ട് കാണും. മൊത്തം ഇങ്ങനെ താലി കെട്ടുന്നു, എടുക്കുന്നു, പിന്നെ പറഞ്ഞോണം ശ്രീനിവാസൻ്റെ സിനിമയിൽ പറഞ്ഞോണം, ആ രീതിയിലാണ് പോവുക. അപ്പോൾ ഈ യുക്തിവാദികൾ മനസ്സിലാക്കുന്നുണ്ടാവും, എസൻസ് ഗ്ലോബലിൻ്റെ മീറ്റാണല്ലോ ലിറ്റ്മസ്, അപ്പോൾ അതിൽ ഇത്രയധികം ആളുകൾ ഒക്കെ വരുന്നു, ശ്രദ്ധിക്കപ്പെടുന്നു, അപ്പോൾ അതൊരു നല്ല മുഹൂർത്തമാണെന്ന് അവർ മനസ്സിലാക്കുന്നു, അവർ ചാടി വീഴുന്നു എന്നാണ് ഞാൻ പൊതുവെ മനസ്സിലാക്കിയിട്ടുള്ളത്. മോദിയുടെ കാർഷിക നിയമങ്ങൾ അതിനെ അനുകൂലിക്കുന്നു, അതുപോലെ തന്നെ കാശ്മീരിൻ്റെ പ്രത്യേക പദവി ഒഴിവാക്കിയതിനെ അതിനെയും അനുകൂലിക്കുന്നു. അങ്ങനെ പല കാര്യങ്ങളിലും സുപ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന പല വിഷയങ്ങളിലും അത്തരം ഒരു നിലപാടെടുക്കുന്നത് അത് എത്രത്തോളം യുക്തിസഹമാണ്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണ് വിമർശനങ്ങൾ കൂടുതൽ വരുന്നത്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്ന്, ഈ മോദിയുടെ കർഷക നിയമങ്ങൾ പറയാം, മോദിക്ക് സ്വന്തമായ ഒരു കർഷക നിയമം ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഇന്ത്യയിൽ നടപ്പിലാക്കാൻ പിന്നെ തുനിഞ്ഞ കർഷക നിയമങ്ങൾ വളരെ ആവശ്യമായിരുന്നു. ഇന്ത്യയുടെ കാർഷിക രംഗത്തിന് ആവശ്യമായിരുന്നു, നമ്മളുടെ പുരോഗതിക്ക് ആവശ്യമായിരുന്നു. ഇനി നാളെ ആയാലും ആ നിയമങ്ങളിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഇതൊരു അനിവാര്യതയാണ് എന്നുള്ളത് ഒരുമാതിരി കാര്യങ്ങൾ സാമാന്യ ബുദ്ധിയോടെ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും. ഇത് കപിൽ സിബൽ കൊണ്ടുവന്ന ബില്ലാണ്, കോൺഗ്രസ്സുകാർ കൊണ്ടുവന്ന. ഇപ്പം എനിക്കിപ്പം കോൺഗ്രസ്സുകാരാണോ കൊണ്ടുവരുന്നത്, രാഹുൽ ഗാന്ധിയാണോ പിണറായി വിജയനാണോ മോദിയാണോ കൊണ്ടുവരുന്നത്, ഞാൻ നോക്കുന്നത് സമൂഹത്തിന് ഗുണമാണോ, എക്കണോമിക്കലി റൈറ്റ് ആണോ, സോഷ്യലി കറക്റ്റ് ആണോ, അതിനകത്തൊരു ഹ്യൂമനിസ്റ്റിക് എലമെൻ്റ് ഉണ്ടോ. സോ അങ്ങനെ ഒരു അപ്രൂവൽ റേറ്റിംഗ് ആണ് കൊടുക്കുന്നത്. അത് മോദി കൊണ്ടുവന്നതല്ല. മോദിക്ക് പകരം ഇനിയിപ്പം അമിത്ഷാ കൊണ്ടുവന്നാലും അല്ലെങ്കിൽ എന്താ പറയുക രാഹുൽ ഗാന്ധി കൊണ്ടുവന്നാലും സ്റ്റാലിൻ കൊണ്ടുവന്നാലും ഐ വിൽ സേ യെസ്. ഞാൻ പറഞ്ഞില്ലേ, നമുക്കിങ്ങനെ ഏതെങ്കിലും ഒരു നേതാവ് കൊണ്ടുവരുന്നുണ്ടോ പാർട്ടി കൊണ്ടുവരുന്നുണ്ടോ അല്ല. ഇനി തിരിച്ചൊരു കാര്യം കൂടിയുണ്ട്, മോദി കൊണ്ടുവരുന്നത് കൊണ്ട് മോദി കൊണ്ടുവരുന്ന എന്തും മോശമാണ് എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. അല്ലെ പിണറായി വിജയൻ കൊണ്ടുവരുന്നതുകൊണ്ട് അത് ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈസ്പീഡ് റെയിൽ വരുന്നു, ഞാൻ എസ് ആണ് പറയുന്നതിനല്ല. അത് ചിലപ്പോൾ മോദി ആയിരിക്കും, ചിലപ്പോൾ ഉമ്മൻചാണ്ടി ആയിരിക്കും, ചിലപ്പോൾ പിണറായി ആയിരിക്കും ഇരിക്കുന്നത്. നമ്മൾ ഇതാണ് വസ്തുതകൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള രാഷ്ട്രീയം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നും കേരളത്തിന് പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ എന്താണ് ചെയ്യുക, ഒരു ഭാഗത്തോട്ട് മാറി നിന്നിട്ട് മറുഭാഗത്തിന് നോക്കി തെറി വിളിക്കുക, അധിക്ഷേപിക്കുക, തുപ്പുക. ഇതാണ് ഇവിടുത്തെ ഒരു കക്ഷി രാഷ്ട്രീയ തിമിരം. അതിൽ എസൻസിന് ഇല്ല. അപ്പോൾ ബേസിക്കലി അങ്ങനെയുള്ള ഒരു പാക്കേജ് അവർക്ക് പരിചയം ഇല്ലാത്തതുകൊണ്ട് അവരിങ്ങനെ ഓരോരോ ചാപ്പയടിക്കുന്നതേ ഉള്ളൂ. മനസ്സിലായ? അല്ല, ആ ചാപ്പ ശ്രദ്ധിക്കാറുണ്ടോ ഈ സോഷ്യൽ മീഡിയ? ചാപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നാക്ക് ഒന്ന് വളയ്ക്കുകയാണ് അല്ലേ. നമ്മൾ ഇങ്ങോട്ട് വളച്ച സംഖ്യയായി, ഇങ്ങോട്ട് വളച്ച കൊങ്ങിയായി, അങ്ങോട്ട് വളച്ച അല്ലെ പിന്നെ കമ്മിയോ പിന്നെ സുഡാപ്പിയോ, ഇങ്ങനെയൊക്കെയാണല്ലോ ചാപ്പുകൾ. ഐ നെവർ യൂസ് ദിസ് സോ കോൾഡ് ചാപ്പാസ്. അത് എനിക്ക് അങ്ങനെ ഞാൻ കൃത്യമായിട്ട് അതിനകത്ത് മാറി നിൽക്കുന്നൊന്നുമല്ല, അതിൻ്റെ കാര്യമില്ല, അത് ശരിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ എസൻസ് ഗ്ലോബലിൻ്റെ ലിറ്റ്മസ് നടക്കാൻ പോവുകയാണ്. ഇത്തവണ എറണാകുളത്താണ് നടക്കുന്നത്.
എന്താണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ, എത്രത്തോളം വിപുലമായിട്ടുള്ള? അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വളരെ ഹൈടെക്കാണ്. ഈ ഹൈടെക് ആയിട്ടുള്ള ഒരു സമ്മേളനം പ്രത്യേകിച്ച് പരമ്പരാഗതമായ ഒരു പശ്ചാത്തലമാണല്ലോ യുക്തിവാദത്തിനുള്ളത്. അതൊരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുമറന്ന അല്ലെങ്കിൽ കണ്ട് ശീലിച്ചിട്ടുള്ള ഈ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രചരണത്തിന് ഒരു വരണ്ട ഒരവസ്ഥയുണ്ട്. അതിൽ നിന്ന് മാറിയിട്ട് ഒരു കളർഫുൾ ആയിട്ടുള്ള ഒരു യുക്തിവാദമാണോ ലിറ്റ്മസ് മുന്നോട്ട് വെക്കുന്നത്? അല്ല, പിന്നെ ഒരു യുക്തിവാദം വരുന്നു. ഈ ബേസിക്കലി ലിറ്റ്മസിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സോക്കോൾഡ് പരമ്പരാഗത യുക്തിവാദി പ്രസ്ഥാനങ്ങളുമായി സാമ്യത്തെക്കാൾ ഏറെ വൈജാത്യങ്ങളാണ് കൂടുതൽ. താങ്കളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിലെ സാമ്യങ്ങളാണ് ഇപ്പോൾ റാഷണലിസം, നിരീശ്വരവാദം പറയുന്നത്. ഓക്കെ, യു ആർ ഫ്രീ ടു ഡു വാട്ട് എവർ യു വാണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇപ്പോൾ വരണ്ട ഒരു മുഖം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ആക്ഷേപിക്കാനില്ല. പിന്നെ ആള് കുറവായിരുന്നു, 4, 3, 7 കസേര. ഇപ്പോൾ ഞാൻ ഈ വരുന്ന സമയത്തൊക്കെ ആളുകൾ പറയുന്നു ഇയാൾ പറയുന്ന യുക്തിവാദമാണ് ഇത്, ടോയ്ലറ്റിലെ വെള്ളം പോലെയാണ്, എപ്പോഴും കുറച്ച് കാണും, ഒരിക്കലും പൊങ്ങില്ല, അതേപോലെയാണ്. ഒരു യുക്തിവാദി പുതുതായിട്ടുണ്ടാവണമെങ്കിൽ യുക്തിവാദിയുടെ ഭാര്യ പ്രസവിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ഒരു നരേറ്റീവാണ് ശക്തമായിട്ടുണ്ടായിരുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയ അളവിൽ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരു 100 അല്ലെങ്കിൽ 100 കണക്കിന് ആളുകൾ സമ്മേളിക്കുന്ന ഒരു നിരീശ്വരവാദ സമ്മേളനം എന്ന് പറയുന്നത് പോലും കേരളത്തിൽ ഏതെങ്കിലും തമ്പുരാന്മാരുടെയും പാർട്ടി നേതാക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയൊക്കെ അനുകമ്പയും ആശീർവാദവും കൊണ്ട് മാത്രമേ സാധിക്കുമായിരുന്നു. അവരെ തന്നെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിക്കണം, അവർ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തണം, അവർ പറഞ്ഞ് ഇന്നത് കേട്ട് പോകണം. അങ്ങനെയാണ് അവർ സാധാരണ ഇതിലൊരു 100, 250 പേരെ പോലും ഒരു വാർഷിക സമ്മേളനത്തിന് പോലും പങ്കെടുക്കുകയും. അവിടെ നിന്ന് നമ്മൾ ഇവരെ ആരും വിളിക്കുന്നുണ്ട്, സംവാദത്തിന് വേണ്ടി വിളിക്കും. അപ്പോൾ നമ്മൾ പൂർണ്ണമായി സ്വതന്ത്ര, അതായത് ഇത്തരത്തിലുള്ള ഈ ഐഡിയോളജിക്കൽ സ്ലേവറി ഇല്ലാത്തൊരു പ്രസ്ഥാനത്തിലേക്ക് കുറേ ആളുകൾ വരും. പിന്നെ വരുന്ന പലരും ഇതിനകത്ത് ഈ രീതിയിൽ എംബഡഡ് ആണ്. അവരെ ലോക്കൽ കമ്മ്യൂണിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ NGO യൂണിയനായിരിക്കാം, അല്ലെങ്കിൽ കോളേജിൽ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമുണ്ട്. പക്ഷെ അവർ മെല്ലെ മെല്ലെ വിട്ടുപോകും. ആദ്യം നമ്മൾ പറയുന്ന ഒരു കോറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മളോട് താല്പര്യം കാണിക്കുന്ന ആളുകൾ കുറേ പേര് ഇങ്ങനെ വിട്ടുപോകും. കാരണം അവർക്ക് നോക്കുമ്പം ഈ എല്ലിലൊരു കമ്പി കിടപ്പുണ്ട്, ഈ കമ്പി മാറ്റാതാണ് അവർ വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രസക്തി ഭയങ്കരമാണ്. അത് ഓപ്പറേറ്റ് ചെയ്ത് കളയണമെങ്കിൽ വീണ്ടും പോയി അനസ്തേഷ്യയൊക്കെ എടുക്കണം. അതിനൊന്നും അവർ തയ്യാറല്ല. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രാഗ്മാറ്റിക്സമാണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ള ഇത്. അപ്പം അതുകൊണ്ട് ഈ പാർട്ടിക്കാരും മതക്കാരും സ്വത്വവാദികളും ജാതിവാദികളും എല്ലാം വിട്ടുപോകും. അങ്ങനെ വിട്ടുപോകണം. അങ്ങനെ സ്ഫുടം ചെയ്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. കുറേ പേര് പോവും. ബസ് റൂട്ട് പോലെയാണ്. കുറേ പേര് ഇറങ്ങും, കുറേ പേര് ഓടിക്കൊണ്ടിരിക്കും, വളവിൽ ചാടും, പുതുതായിട്ട് ജംഗ്ഷനിൽ നിന്ന് ആളുകൾ കയറും. അപ്പോൾ ഇത് ഇറ്റ്സ് എ സർവീസ്. ആക്ച്വലി ഒരു കോൺസ്റ്റൻറ്റ് സർവീസായിട്ട് ഇങ്ങനെ ഒരു റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് തൗസൻഡ്സ് ഓഫ് പീപ്പിൾ എല്ലാ ലിറ്റ്മസിനും വരുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം തന്നെ അത് വളരെ ചലനാത്മകമാണ്. ഇനി ഒരാൾക്ക് പുറത്തു പോയി കഴിഞ്ഞാൽ അയാളുടെ പുറകെ വി ഡോണ്ട് ഫോളോ ദം. മിക്കവാറും എസൻസുമായിട്ട് സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തു പോകുന്നവരെ നമ്മൾ ഫോളോ ചെയ്യല്ല, അവർ നമ്മളെ ഫോളോ ചെയ്യുകയാണ്. അത്രമാത്രം സ്വാതന്ത്ര്യവും അത്രയും അവർക്ക് ടാർഗറ്റ് ചെയ്യാനായാലും അത്ര ഈസിയാണ്. ഇതൊരു ചെറിയ പാർട്ടി പോലും നിങ്ങൾ എടുത്തു നോക്കും കേരളത്തിൽ, അതിനകത്ത് പുറത്തു പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അറ്റ്ലീസ്റ്റ് പുറത്ത് തെരുവിൽ നിങ്ങളെ നേരിട്ടില്ലെങ്കിൽ നിങ്ങളെ സൈബർ ലോകത്ത് അതിൻ്റെ ഇതുണ്ടാവും. എസൻസ് ഈസ് ഡിഫറെൻറ്റ്. എത്ര യൂണിറ്റുകളുണ്ട്? എങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം? എസൻസിന് ആക്ച്വലി നമ്മളിപ്പോൾ ഇരിക്കുന്ന കസേര ഇതുപോലും സ്വന്തമായിട്ടില്ലാത്ത ഒരു കളക്റ്റീവാണ് എസൻസ്. ബേസിക്കലി കേരളത്തിലെ എല്ലാ ജില്ലകളിലും കോർഡിനേറ്റേഴ്സ് ഉണ്ട്. എന്നുവെച്ചാൽ ജില്ലാ കമ്മിറ്റി, ലോക്കൽ കമ്മിറ്റി, ജില്ലാ ഓഫീസ്, അങ്ങനെയുള്ളൊരു സംഗതിയില്ല. അത് എല്ലാവരും കരുതുന്നത് ഇതെന്തോ വലിയ സംഘടനയാണ്. ഇത് അങ്ങനെയല്ല. ഇതിൻ്റെ ബേസിക്കലി ഓൺലൈൻ ഫേസ്ബുക്ക് വഴി വന്നൊരു കൂട്ടായ്മയാണ്. അങ്ങനെയാണ് തുടങ്ങിയത്. അങ്ങനെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്കൊരു ഞാൻ പറഞ്ഞില്ല, ഒരു റൂം പോലും ഇല്ല. ബേസിക്കലി ഒരു റൂമേ ഉള്ളൂ. ആ റൂമെന്ന് പറഞ്ഞാൽ വാടകയ്ക്ക് എടുത്തിരിക്കുന്ന ഒരു റൂമാണ്. അതായത് എസൻസ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. ടാക്സ് റിബേറ്റൊക്കെ ഉള്ളതാണ്. എല്ലാ വർഷവും ടാക്സിൻ്റെ ഒക്കെ ഇത് കൊടുക്കാറുണ്ട്. അപ്പം അവിടെ നിന്ന് വരുന്ന കമ്മ്യൂണിക്കേഷൻ സ്വീകരിക്കാനായിട്ട് ഒരു അഡ്രസ്സ് കൊടുക്കുന്നുണ്ടെന്നല്ലാതെ വി ഡോണ്ട് മെറ്റീരിയലായിട്ട് വേറെ ഒന്നുമില്ല. 1. 2,
പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ എസൻസ് കളക്റ്റീവ്സ് ഉണ്ട് ഇതേപോലെ. ഇപ്പോൾ US വളരെ സ്ട്രോങ് ആണ്, കാനഡയിലുണ്ട്, ഓസ്ട്രേലിയ, UK, ഇങ്ങനെയൊക്കെ കുറേ അടുത്ത് മലയാളികളാണ് കൂടുതലും. അവർ നമ്മളുടെ പരിപാടികളോട് താല്പര്യമുള്ളവരും നമ്മളെ ഓൺലൈനായിട്ടൊക്കെയുള്ള സംഗതികൾ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ഒന്ന് രണ്ടല്ല 3-4 വിദേശത്ത് നടക്കുന്ന പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ പോയി, UK, അമേരിക്ക, അങ്ങനെയൊക്കെ ഉള്ളത്. ഈ മറ്റ് രാജ്യങ്ങളിലെല്ലാം ഇപ്പം ലോകരാജ്യങ്ങളിൽ പല കാര്യങ്ങളും പറഞ്ഞല്ലോ. ഗൾഫിൽ എങ്ങനെയാണ് അവസ്ഥ? ഗൾഫിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ടോ? ഗൾഫിലുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പുറത്ത് അറിയാം. ഗൾഫിൽ അങ്ങനെ ഈ സ്വതന്ത്ര ചിന്തയ്ക്ക് പറ്റിയൊരു കാലാവസ്ഥയല്ല. അവിടെ പരമാവധി പറ്റുന്നത് ഒരു കോൺഗ്രസ് അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അംഗീകൃത പാർട്ടികളുടെ പ്രവർത്തനം മാത്രമേ, BJP, അതൊക്കെ സാധിക്കുള്ളൂ. നിങ്ങൾ ഈ മതവിമർശനപരമായ ശാസ്ത്രത്തെ മുന്നോട്ട് വെക്കുന്ന പ്രസ്ഥാനങ്ങൾക്കൊന്നും അങ്ങനെ ഒരു ഓപ്പണായിട്ട് അവിടെ പറ്റില്ല. അല്ലെങ്കിൽ ഈ മതം പൂർണ്ണമായിട്ട് ഒഴിവാക്കി ഈ പരിഷത്തൊക്കെ ചെയ്യുന്നത് പോലെ അടുപ്പോ അല്ലെങ്കിൽ അതേപോലെയൊക്കെയുള്ള സാധനങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല. അല്ലെന്നുണ്ടെങ്കിൽ ഡിഫിക്കൽട്ടാണ്. ഈ ചൈനയിലോ? ചൈന വിർച്വലി ഇമ്പോസിബിൾ. ചൈനയിൽ സ്വാതന്ത്ര്യം കൊണ്ട് ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ കുരിശ് കണ്ട പ്രേതത്തെ പോലെയായിരിക്കും. ഇനി ടിയാനൻമെൻ സ്ക്വയർ റൂട്ട് ഇങ്ങോട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക. ദർ ഇസ് നോ ചാൻസ്. ആ ചോദ്യം പോലും എനിക്ക് തോന്നുന്നു ഒരു അല്പം ആക്ഷേപഹാസ്യപരമായിട്ട് ഉന്നയിച്ചതായിട്ട് എനിക്ക്. അല്ലല്ല, ആക്ഷേപഹാസ്യമല്ല. നിങ്ങൾ പലതരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, അറിയണമല്ലോ, അതിനു വേണ്ടിയിട്ട് ചോദിച്ചാൽ. ചൈന ആക്ഷേപഹാസ്യം അവിടെ മതം ഏറ്റവും ശക്തമായ സ്ഥലമാണ്. അപ്പം അവിടെ വിരുദ്ധ അഭിപ്രായങ്ങൾക്കോ വിമർശനങ്ങൾക്കോ. മതം എന്ന് പറഞ്ഞാൽ ഏത് മതം? മതം എന്ന് പറയാൻ കമ്മ്യൂണിസം, മാർക്സിസം, 4-ാം മതം. എന്താണ് അതിനകത്ത് സംശയമുള്ളത്? അങ്ങനെയാണ് നിങ്ങൾ അതിനെ കാണുന്നത്? നമ്മളല്ല കാണുന്നത്, അവർ പോലും അതിനെ അങ്ങനെയാണ് കാണുന്നത്. അവരെന്താ പറയുക? ബേസിക്കലി മേളിൽ നിന്ന് ഉത്തരവ് വരണം, അത് നടപ്പിലാക്കും. പാർട്ടി എന്ത് തീരുമാനിച്ചു അത് നടപ്പിലാക്കും. ഇതൊക്കെയല്ലേ മതത്തിൽ നമ്മൾ കാണുന്നത്. അതായത് നിങ്ങൾക്ക് എന്ത് ചെയ്യണം പറയണം എന്നുള്ളത് നിങ്ങളല്ല തീരുമാനിക്കുന്നത്. അത് ഒന്നുകിൽ മുമ്പേ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തീരുമാനം പുറത്തുനിന്ന് വരും, നീ അത് നടപ്പിലാക്കുക. ഇതാണല്ലോ മതത്തിൻ്റെ ഒരു പൊതു സ്വഭാവം. ഇതല്ലേ ഈ പാർട്ടിയിൽ നടക്കുന്നത്. ഇവിടെ ഏറ്റവും ജനാധിപത്യപരമായ രീതിയിൽ വർക്ക് ചെയ്യുന്ന പാർട്ടിയാണ് ഇന്ത്യയിലെ പാർട്ടികൾ. കുറേ ഉണ്ടല്ലോ. ആ പാർട്ടികളുടെ അവസ്ഥ തന്നെ നോക്കൂ. അവർക്ക് കമ്മ്യൂണിസം എക്കണോമിക് പ്രിൻസിപ്പിൾ എന്ന നിലയിലോ ഐഡിയോളജിക്കലായിട്ടോ യാതൊരു കണക്ഷനും ഉണ്ടാവില്ല. ദേ മേ ബി സോ ഡൈല്യൂട്ട് ദാറ്റ് ഹോമിയോ പോലെ ഡൈല്യൂട്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഏതാണ്ട് ഈ പറയുന്ന സോവിയറ്റ്, ചൈനീസ് അന്നത്തെ ആ മോഡലിൻ്റെ ഒരു റെലിക്സ് ആണ് ഈ സംഘടനകളെല്ലാം തന്നെ. സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ആദരിക്കുന്ന അല്ലെങ്കിൽ ഒരു അമൂല്യം എന്ന് കരുതുന്ന ഒരു സംഗതിയാണ് ഈ സ്വാതന്ത്ര്യം. നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ഇല്ല. നമ്മുടെ ശരീരം അസ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഒരുപാട് നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളം പോലും ഒരു പരിമിതിയാണ്. അത് കൂടുതൽ കിട്ടിയിരുന്ന കുറേ കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. പക്ഷേ ഈ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത, തിരുത്താൻ കഴിയാത്ത അസ്വാതന്ത്ര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ചില മേഖലകളിൽ നമുക്ക് സ്വാതന്ത്ര്യം സാധ്യമാണ്. ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടീഷൻ അപ്ലൈ ആണ് കേട്ടോ. അല്ലാതെ എല്ലാത്തിലും സ്വാതന്ത്ര്യം അത് പറ്റില്ലല്ലോ. എല്ലാം നടപ്പിലാക്കാനും പറ്റില്ല, എല്ലാം പറയാനും പറ്റില്ല. നമ്മൾ ധരിക്കുന്ന ഡ്രസ്സ് പോലും സമൂഹം അടിച്ചേൽപ്പിക്കുന്ന ഒരു പരിധിയാണ്. പരിധികൾക്കുള്ളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ പലരും പറയും നിങ്ങൾ സ്വതന്ത്രനാണെന്ന് പറയുന്നു. അപ്പോൾ പൂർണ്ണമായി സ്വാതന്ത്ര്യം ആർക്കെങ്കിലും ഉണ്ടോ? ആ ചോദ്യം സത്യത്തിൽ സില്ലിയാണ്. അങ്ങനെ ആർക്കും ഇല്ല എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അതൊരു LKG പ്രെമിസാണ്. അതുപോലും ഇല്ലാതാണ് പലരും ചോദിക്കുന്നത്. എല്ലാത്തിൽ നിന്നും സ്വാതന്ത്ര്യം അങ്ങനെയില്ല. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുസ്തകം, ഒരു നിയമം, അങ്ങനെയുള്ള കണക്കുകളെല്ലാം ശരിക്കും പറഞ്ഞ സെമറ്റിക് മതങ്ങളോട് ചേരുന്നതല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഹിന്ദു മതം ഇതിന് വ്യത്യസ്തമല്ലേ? ഹിന്ദു ഒരു സെമി റിലീജിയസ് സ്റ്റേറ്റസ് മാത്രമേ ആക്ച്വലി ഇപ്പോഴും ഉള്ളൂ. ഇപ്പം അതിനെ എതിർക്കുന്നവരും അതിനെ അനുകൂലിക്കുന്നവരും പറയുന്നത് എന്താണ്? ഹിന്ദു ഒരു മതമല്ല, ഒരു ജീവിത രീതിയാണ് എന്നതിനെ അനുകൂലിക്കുന്നവർ പറയും ഒരു ബുക്കല്ല, 1000 ബുക്ക്, അതാണ് ഞങ്ങളുടെ അഭിമാനം എന്ന് പറയും. അതിനെ എതിർക്കുന്നവർ പറയും എന്താണ്? ഹിന്ദു എന്ന് പറയുന്നൊരു മതമില്ല, അത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നാണ്, ദളിതർ ഹിന്ദുക്കളല്ല, ഈഴവർ ഹിന്ദുക്കളല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അതിൽ നിന്ന് മതം മാറുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മോചനമാണ് അതല്ലേ അതിനെ എതിർക്കുന്നവർ പറയുന്നത്. അപ്പോൾ രണ്ടു കൂട്ടരും പറയുന്നത് ഏതാണ്ട് ഒരു കാര്യമല്ലേ? ഇറ്റ്സ് സോ എന്താ പറയുക, ഒരു അയഞ്ഞ വ്യവസ്ഥ എന്നല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞ രണ്ട് ഭാഗത്തു നിന്നുള്ള ആർഗ്യുമെൻ്റ് വെച്ച് നോക്കുമ്പോൾ യു ഗെറ്റ് എ കൈൻഡ് ഓഫ് ഡെഫിനിഷൻ, എ കൺസെൻസസ് ദാറ്റ് ഇറ്റ്സ് സോ വേരിഡ് ആൻഡ് സോ ഹെട്രോജീനിയസ് ഐഡിയാസ് യോക്ക് ടുഗദർ. അല്ല, ഈ പരിധികൾ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഒരു പരിധി വരെ കുറേ സ്വാതന്ത്ര്യം
അനുഭവിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, അങ്ങനെ പറയാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ടെക്നോളജി, ഇതിൻ്റെ ഒരു സംവിധാനം വളരെ ആകർഷകമായിട്ടാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷേ ഒരു സമ്മേളനം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പണച്ചിലവുള്ള കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാ വിമർശകരും ചോദിക്കുന്ന ഒരു കുസൃതി ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു കുനിഷ്ഠ ചോദ്യമുണ്ട്, എത്ര കിട്ടി എന്നുള്ളൊരു ചോദ്യം. അങ്ങനെയുള്ള ചോദ്യങ്ങൾ, വിമർശനങ്ങൾ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ധനസമാഹരണമൊക്കെ എങ്ങനെയാണ്? വെരി ഗ്ലാഡ് ദാറ്റ് യു ആസ്ക്ഡ് ദാറ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പലയിടത്തും പറയാറുണ്ട്, എസൻസ് ഗ്ലോബലിൻ്റെ ലോകത്തെ ഏക സംഘടനയായിരിക്കും എല്ലാ മാസവും ഫേസ്ബുക്കിൽ അവരുടെ അക്കൗണ്ട് പ്രസിദ്ധപ്പെടുത്തുന്നതും അതിൻ്റെ മെമ്പേഴ്സിനെ എല്ലാം. ഞങ്ങൾക്കൊരു നാസ്തികനായ ദൈവം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതൊരു സീക്രട്ട് ഗ്രൂപ്പാണ്, ഫേസ്ബുക്കിലെ ഗ്രൂപ്പാണ്. ഒരു 1800 അത്രയും വരുന്ന ഒരു മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരും ഒന്നും ആക്റ്റീവ് ഒന്നും അല്ല, എന്നാലും അതാണ് ഒരു മെമ്പർഷിപ്പിൻ്റെ. അപ്പോൾ അതിനകത്ത് എല്ലാ മാസവും നമ്മൾ പ്രസിദ്ധപ്പെടുത്താറുണ്ട്. ഇപ്പോൾ ലിറ്റ്മസ് തന്നെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ചയ്ക്കുള്ളിൽ ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും ഇത്ര കിട്ടി, ഇത്ര പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ നിന്നുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. 2022 എറണാകുളത്ത് അവസാനം നടന്നു. അതിൽ ഒരു 7 lakh സർപ്ലസ് ആയിരുന്നുവെന്നും അടുത്തതിൽ ഒരു 2 lakh സർപ്ലസ് ആയിരുന്നുവെന്നും, എന്നാൽ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടത്തിയത് 16 ലക്ഷം രൂപയുടെ നഷ്ടമായിരുന്നുവെന്നും എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയും. കാര്യം എനിക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൽ എല്ലാം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ വരുമാന മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഓരോ ജില്ലാ മീറ്റുകളിലും ഓരോ സ്ഥലങ്ങളിലൊക്കെ നടത്തുന്ന മീറ്റുകൾ, അതിൽ നടത്തുന്ന പ്രസംഗങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് വീഡിയോ ഇടും. നമുക്ക് 2 ചാനലുണ്ട്, ന്യൂറോൺസ് അതുപോലെ തന്നെ എസൻസ് ഗ്ലോബൽ. ഈ ചാനലുകളിൽ കിട്ടുന്ന റവന്യൂ ആണ് നമ്മളെ പ്രധാന വരുമാനം. അത് ഓരോ മാസവും നമ്മൾ അതിൻ്റെയൊക്കെ പരിധി നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. പിന്നെ നമ്മൾ വ്യക്തിഗതമായിട്ട് ആളുകൾ ഇന്ത്യക്കുള്ളിലും പുറത്തുമൊക്കെ ചെയ്യുന്ന സംഭാവനകൾ, ഉദാഹരണമായിട്ട് ഞാൻ ഒക്കെ സംഭാവന ചെയ്താണ് ഇതിനകത്ത്. ഇപ്പോൾ ലിറ്റ്മസ് വരുമ്പോൾ നമ്മളൊരു സംഭാവന കൊടുക്കും. അങ്ങനെ സംഭാവന എന്ന് പറയുന്നത് പൊതുജനങ്ങളിൽ നിന്ന് പിരിവോ ഇപ്പോൾ ആരിൽ നിന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. നമ്മൾ തന്നെ പൈസ എടുക്കുന്നു, നമ്മൾ തന്നെ പ്രോഗ്രാം പോയി ചെയ്യുന്നു, അതിൻ്റെ യൂട്യൂബ് റവന്യൂ, ഈ 2 സോഴ്സേ ഉള്ളൂ. നമ്മൾ പിന്നെ പ്രധാനമായിട്ട് ഈ പരിപാടികളാണ് നടത്തുക. പിന്നെ കുറച്ച് ചാരിറ്റി വർക്കുണ്ട്. അത് നമ്മളങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്ത് പറയാറില്ല. അല്ല, ഇതിൻ്റെ സംഘടനാ രൂപം എന്താണ്? ഇത് സാധാരണഗതിയിൽ ഒരു സാധാ സംഘടന എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത്, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, 7 പേരുള്ള സംഘടന. അല്ല, ഞാൻ ചോദിക്കുന്നത് അതിൻ്റെ ഭാരവാഹികളുണ്ട്. പിന്നെ പ്രസിഡന്റ് ഉണ്ട്, സെക്രട്ടറി ഉണ്ട്, ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. അത് 7 പേരോ 8 പേരാണ് അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉള്ളത്. 7 പേരാണുള്ളത്. സെക്രട്ടറി, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ജോയിൻറ്റ് സെക്രട്ടറി, ട്രഷറർ, പിന്നെ 2 ശുദ്ധ എക്സിക്യൂട്ടീവുകൾ, ഫ്രീ ഇലക്ട്രോൺസ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ഫോം. അത് സാധാരണ എല്ലാത്തിലും പോകുന്നതാണ്. പക്ഷേ ബേസിക്കലി നമ്മൾ ഈ ലിറ്റ്മസ് നടത്തുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഓരോരോ ടാസ്ക് യൂണിറ്റുകൾ ഉണ്ടാക്കിയിട്ട് അത് ഓർക്കസ്ട്രേറ്റ് ചെയ്യും. ഉദാഹരണമായിട്ട് സ്റ്റേജ്, ടൈം കീപ്പർ, ഇതൊക്കെ ഒരു ഗ്രൂപ്പാണ്. ഒരു 5 പേരൊക്കെ 5-6 പേര് കാണും. അവർ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആദ്യം തൊട്ട് ഈ ഒരു കാര്യമായിരിക്കും നിയന്ത്രിക്കുന്നത്. പിന്നെ ഫണ്ട് അത് വേറെ ഗ്രൂപ്പായിരിക്കും, ഇൻവിറ്റേഷൻ വേറെ ഗ്രൂപ്പായിരിക്കും. പിന്നെ വ്യത്യസ്തമായ ഈ അക്കോമഡേഷൻ, ഹോട്ടലിൽ ആളുകളെ സ്വീകരിക്കുക, അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാവും. ഈ ടാസ്ക് ഗ്രൂപ്പുകളിലെ ഒരു സങ്കലനം വഴിയാണ് ഇത് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ചെറിയ പിഴവുകളൊക്കെ വരാറുണ്ട്. എന്നാലും നമ്മൾ ഈ കേരളത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സാഹചര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കൾ തന്നെ സൂചിപ്പിച്ചോണം, നമ്മൾ വളരെ പ്രൊഫഷണലായിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഓരോ തവണയും കഴിഞ്ഞ തവണ സംഭവിച്ചിട്ടുള്ള പിഴവുകളിൽ നിന്ന് ഉൾക്കൊണ്ട് കുറേ കൂടെ ബെറ്റർ ആവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ എപ്പോഴും നമ്മൾ പറയുന്നത് ഈ ലിറ്റ്മസ് ദ ബെസ്റ്റ് എവർ ആയിരിക്കും എന്നാണ്. അടുത്ത വർഷം ഇനി ഈ ലിറ്റ്മസിനെ തകർക്കാൻ അടുത്ത വർഷമേ സാധിക്കൂ എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. ഒരു കേഡർ സ്വഭാവമുള്ള ഒരു സംഘടനയായിട്ട് മാറിയോ? ഞാനൊരു CPM കാരനാണ്, ഒരു കോൺഗ്രസ്സുകാരനാണ്, BJP കാരനാണെന്ന് പറയുന്നതോണം തുറന്ന് പറയാൻ കഴിയാത്ത ഒരുപാട് സാഹചര്യങ്ങൾ ഇന്നും ലോകമെമ്പാടുമുണ്ട്. ബ്ലാസ്ഫമി മീൻസ് ഡെത്ത് എന്ന് പറയുന്ന രാജ്യങ്ങളുണ്ട്, തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട്, ജയിലിൽ പോകേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ട്. അപ്പം ഇപ്പോഴും ഇന്നും ഒരു വിഷയമാണ് ഇന്ത്യയിൽ, കേരളത്തിൽ പോലും. നിങ്ങൾ ചിലപ്പം അസ്വീകാര്യനാവും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഒറ്റപ്പെടും, നിങ്ങൾ തിരസ്കരിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്ന് ഇരിക്കെ പലർക്കും അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കി അല്ലെങ്കിൽ പൊതുവായിട്ട് വന്ന് ഇത് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്.
അല്ല, കേരളത്തിൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ടോ? കേരളത്തിൻ്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ കേരളത്തിൽ നല്ല പ്രശ്നമുണ്ട്. എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം? അത് നമ്മൾ നേരിടുന്ന പ്രശ്നമല്ല. അതായത് ഒന്ന്, കേരളം ഈ മതം പിടിമുറുക്കിയ ഒരു രാജ്യമാണ് ഇന്ത്യ. ഈ മതം പ്രസവിച്ച രാജ്യം കൂടിയാണ്. മതാടിസ്ഥാനത്തിലാണ് ആളുകൾ ഈ മതം അങ്ങോട്ട് ആ മതം ഇങ്ങോട്ട് പ്രദേശങ്ങൾ പോലും ഡിവൈഡ് ചെയ്തത് മൊത്തം മതാത്മകമാണ്. നമ്മുടെ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് 100% ചാർജ് കാണിക്കുമല്ലോ മതമാണ്. ഇപ്പോൾ ഗാന്ധിജിയുടെ രാഷ്ട്രീയമാണ്. അത് മതഭിന്നമായ ഒന്നും അതിനകത്തില്ല. മതേതരമായ ഒരു രാഷ്ട്രീയം നമുക്കില്ല. നമ്മുടെ ഇവിടെ പാർട്ടികളെ നോക്കുകയാണെങ്കിലും ബേസിക്കലി എന്താണ്, ഇവിടെ ഹിന്ദു പാർട്ടികളും മുസ്ലിം പാർട്ടികളും മാത്രമേ ഇന്ത്യയിലുള്ളൂ. അതായത് മതേതരമായ കാഴ്ചപ്പാടുകളുള്ള പാർട്ടികളേ ഇല്ല. ഇപ്പം നമ്മൾ മതേതരം എന്ന് പറഞ്ഞ് മുന്നോട്ട് വെക്കുന്ന ഒരു മതരഹിതമായ ഒരു ഹ്യൂമനിസത്തിന് അടിസ്ഥാനമായിട്ടുള്ള ഒരു ലോകവീക്ഷണത്തിന് ചിലപ്പോൾ നിങ്ങളുടെ അടുക്കള തൊട്ട് ഓഫീസ് വരെ പ്രതിരോധം ഉണ്ടാവും. അത് ചിലപ്പം പല രീതിയിലായിരിക്കും. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് അറിയാലോ. വാക്കുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നിരാസം കൊണ്ട്, ബഹിഷ്കരണം കൊണ്ട്, ഊരുവിലക്ക്. ഊരുവിലക്കൾ ഉണ്ടാറുണ്ടോ? അല്ല, എനിക്കുണ്ടാകുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയായിരിക്കും. കാര്യം നമുക്കൊരു പലായന പ്രവേഗം ഉണ്ടെങ്കിൽ, ബിക്കോസ് അതിന് പ്രധാനമായിട്ട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളുടെ കയ്യിൽ സാമ്പത്തികമായ ഒരു സുരക്ഷ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്തീസം പറയാൻ പറ്റും. പലർക്കും ഇപ്പോൾ ഒരു കച്ചവടക്കാരനാണെന്നിരിക്കട്ടെ, നിങ്ങൾ എത്തീസമാണ് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒഴിവാക്കും, കസ്റ്റമേഴ്സ് ഒഴിവാക്കും. ചില സ്ഥലങ്ങളിലാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. വളരെ നിങ്ങൾ പെട്ടെന്ന് എപ്പോൾ പൂട്ടിയെന്ന് ചോദിച്ചാൽ. അപ്പം സാമ്പത്തികമായ ഒരു ഭദ്രത, പിന്നെ ഒരു ഇൻറ്റഗ്രിറ്റി, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു പബ്ലിക് ലൈഫ് ഒരു എത്തീസ്റ്റിനുണ്ടാകും. ഇവിടെ മൊത്തം കേരളത്തിലുള്ള എത്തീസ്റ്റുകളോ സ്വതന്ത്ര ചിന്തകരുടെ 1% പോലും പബ്ലിക്കിലില്ല. അവരിലെല്ലാം ഈ ബീജങ്ങൾ പേറുന്ന, ഒരിക്കലും പ്രസവിക്കാത്ത, എന്താ പറയുന്നത്, നിത്യ മാതാവെന്നോ അങ്ങനെ കണ്ട് പറയാവുന്ന ആളുകളെ പോലെയാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മതനിഷേധികളും എത്തീസ്റ്റുകളും ഉള്ളത്. പ്രഖ്യാപിക്കാൻ പറ്റാറില്ല. ദേ കനോട്ട്. നമ്മൾ ക്ലോസറ്റ് എത്തീസ് എന്ന് പറയും. നമ്മുടെ ഒരു അറബി കഥയിൽ ശ്രീനിവാസൻ ക്ലോസറ്റിനുള്ളിൽ ചെന്ന് നിന്നിട്ട് മുദ്രാവാക്യം വിളിക്കുമല്ലോ. കാരണം പുറത്ത് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ക്ലോസറ്റ് എത്തീസമാണ് കേരളത്തിലെ 99%. ആ ബാക്കി വരുന്ന 1%യാണ് നിങ്ങൾ അവിടെ കാണുന്നത്. അതും എല്ലാവരും ഇങ്ങനെ പൂർണ്ണമായി എത്തീസ്റ്റാണെന്ന് പറയാൻ കഴിയില്ല. ചിലർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എനിവേ, ഇത് ലിറ്റ്മസിൻ്റെ ഒരു അടിസ്ഥാനം തന്നെ വിസിബിലിറ്റി ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ എന്തുകൊണ്ടാണ് ഒരു എത്തീസ്റ്റ് നമ്മൾ പ്രഖ്യാപിക്കാത്തതെന്ന് പറഞ്ഞാൽ, ഒന്ന്, അത് റിവാർഡിങ് അല്ല. 2, അത് ഡേഞ്ചറസ് ആണ്. ഭയങ്കര നമ്മളെ തിരിച്ചടി കൊണ്ടുവരുന്നതാണ്. നമ്മുടെ ഇമേജ്, സാധ്യതകൾ, നമ്മുടെ അക്സെപ്റ്റൻസിനെയൊക്കെ ബാധിക്കുമെന്ന് നമ്മൾ കരുതുന്നു. ചിലപ്പോൾ ബാധിക്കാറുണ്ട്. അപ്പോൾ റിവാർഡിങ് അല്ലാത്ത എന്നാൽ പണിഷ്മെൻ്റ് ഉള്ള ഒരു സംഗതി നമ്മളൊരിക്കലും ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നിൽ വി ഷുഡ് ബി ബിറ്റ്, എന്താ പറയുക, സെൽഫ് ഡിഫീറ്റിംഗ് ആയിരിക്കണം. അതിനൊന്നും ആളുകൾ പൊതുവിൽ തയ്യാറാവില്ല. ഇപ്പം എൻ്റെ മതത്തെ ആരെങ്കിലും കളിയാക്കുമ്പോൾ, കളഞ്ഞ മതത്തെ കളിയാക്കുമ്പോൾ കരയാറുണ്ടോ എന്നാണ് എസൻസ് ചോദിക്കുന്നത്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്, ഒരു വലിവ് വരുന്നുണ്ടോ, ഒരു പൊള്ളൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ മതം സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു വേദനയായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളിൽ പലതും പോകാനുണ്ട്. അപ്പം ഈ എക്സ് മുസ്ലിം എന്ന് പറയുന്നത് ബേസിക്കലി ഈ സ്വത്വബോധം എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ തിങ്ക് ദേ ആർ ആസ് ഗുഡ് ആസ് ബിലീവേഴ്സ്. അവരെല്ലാ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിലും ഒരു മതവിശ്വാസിയെ പോലെ ആയിരിക്കും പെരുമാറുകയും ഇടപെടുകയും മറ്റുള്ളവരെ ആക്രമിക്കുകയും സ്വന്തം മതത്തെ പ്രതിരോധിക്കുകയും ചെയ്യുക. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ. ഈ ചെറുപ്പക്കാർ പലരും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ചെറുപ്പക്കാരുടെ മനസ്സിലുള്ള ഒരു സൂപ്പർ വുമൺ ഒരു യക്ഷിയാണ്, കളിയങ്കാട്ട് നീലി. വളരെ കാലത്തിന് ശേഷം, വളരെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ള ഒരു കഥ, അത് നൂറ്റാണ്ടുകൾക്ക് ശേഷം വെള്ളിത്തിരയിൽ വരികയും പിന്നീടത് ലോക സിനിമയിലേക്ക് വരെ കയറിപ്പോവുകയും ചെയ്യുന്നൊരവസ്ഥ. കോടിക്കണക്കിന് രൂപയുടെ വരുമാനം നേടുന്നു വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ. അതൊരു പ്രത്യേക ഒരു പ്രതിഭാസമാണോ? അത് ഒരേ സമയം ഈ സയൻറ്റിഫിക് ടെമ്പറിനെ കുറിച്ച് പറയുമ്പോൾ ഭാവനകളിൽ യക്ഷിയാകാം എന്നുള്ളൊരു ചിന്തയാണോ? എന്ത് തോന്നുന്നു അതിനെക്കുറിച്ച്? ആക്ച്വലി ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. എനിക്ക് കഥയൊന്നും, താങ്കൾ പറഞ്ഞപ്പോഴാണ് അതിനെക്കുറിച്ച് എനിക്കൊരു ഏകദേശം ആശയം കിട്ടുന്നത്.
ഈ യക്ഷി അല്ലെന്നുണ്ടെങ്കിൽ മാടൻ മറുത, ഹാരി പോട്ടർ അല്ലെന്നുണ്ടെങ്കിൽ സ്വർഗം നരകം, ഇങ്ങനെയൊക്കെയുള്ള ഈ കഥകളുടെ ഒരു പ്രശ്നം, അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ അത് കഥയായിട്ടും കലയായിട്ടും കാണുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റും. അത് നിങ്ങളിൽ കുറച്ച് ഇമോഷണൽ ഇൻ്റലക്ച്വൽ ട്രാൻസ്ഫോർമേഷൻ ഒക്കേഷണലായിട്ടോ റെക്കറൻ്റായിട്ടോ ഉണ്ടാക്കാം. സോ അത് ഗുഡ് ആൻഡ് ഫൈൻ. പക്ഷേ ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സത്യമാണ്, വസ്തുതയാണ് എന്ന് കരുതുന്നിടത്താണ് മതം ജനിക്കുന്നത്. ഇപ്പോൾ ഈ ലിറ്ററേച്ചർ, ആർട്ടും മതമായിട്ടുള്ള വ്യത്യാസം എന്താണ്? മതം എന്ന് പറയുന്നത് ഈ സാഹിത്യത്തെ അല്ലെങ്കിൽ ഭാവനയെ അല്ല ഈ പറയുന്ന യക്ഷിക്കഥകളെ സത്യമാണെന്ന് അവകാശപ്പെടുന്നു എന്നുള്ളതാണ്. ഒരു ട്രൂത്ത് ക്ലെയിം അവിടെ ഉണ്ട്. ബട്ട് ഇറ്റ്സ് നോട്ട് ട്രൂ. സാഹിത്യത്തിൽ അങ്ങനെയില്ല. ഇപ്പം ഞാൻ ഗന്ധർവൻ എന്നുള്ള ഒരു സിനിമയിൽ ഈ ഗന്ധർവൻ ശരിയാണ്, അതുകൊണ്ട് നാളെ ഗന്ധർവന് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളുടെ വീട്ടിൻ്റെ മുന്നിൽ വെക്കണം എന്നുള്ളൊരു വാദം വരുന്നിടത്താണ് അത് മതമായിട്ട് വരുന്നത്. സാഹിത്യകാരന് സ്വാതന്ത്ര്യമുണ്ട്, അഭിരമിക്കാം, ഹാരി പോട്ടർ ഉണ്ടാക്കാം, അവന് മാലാഖ ഉണ്ടാക്കാം, പ്രശ്നമൊന്നുമില്ല. ഭാവനകൾ എന്നുള്ളത് മനുഷ്യന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. മനുഷ്യൻ ഒരുപാട് ഈ പറയുന്നോണം ചിന്തിച്ച് പടരുന്ന ഒരു വ്യക്തിയാണ്, സ്വന്തം ചിന്താലോകം എന്നൊക്കെ പറയാം. അപ്പം സാഹിത്യകാരൻ്റെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിൽ അത്തരത്തിലുള്ള ക്രിയേഷൻസ് പൂർണ്ണമായിട്ടും ഞാൻ അംഗീകരിക്കും. ഞാൻ ചിലപ്പോൾ ആസ്വദിക്കാം. ഇപ്പോൾ ഹാരി പോട്ടർ എങ്ങനെയാണ് നിങ്ങൾ അംഗീകരിക്കുക? ഹാരി പോട്ടർ നാളെ ഹാരി പോട്ടറിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ നിൻ്റെ കൈവെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അല്ലെ ഹാരി പോട്ടറിൻ്റെ ഒരു ഇതും വെച്ചുകൊണ്ട് ഈ റോഡ് ബ്ലോക്ക് ഈ ഒരു റാലി നടത്തി, അല്ലെ ഹാരി പോട്ടർ എന്ന് പറഞ്ഞ് 24/7 നിങ്ങളുടെ ഇതടിച്ച് പൊട്ടിക്കുന്ന രീതിയിൽ കൊളാമ്പി വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദാറ്റ്സ് എ സോഷ്യൽ നോയ്സൻസ്. സാഹിത്യം എന്ന് പറയുന്നത് ഒരിക്കലും അത് ശരിയാണെന്ന് അവകാശപ്പെടുന്നില്ല. ഞാൻ ഒരു സാഹിത്യ അധ്യാപകനാണ്, വിദ്യാർത്ഥിയായിരുന്നു. അപ്പോൾ ഞാൻ സാഹിത്യം പഠിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത് സാഹിത്യത്തിന് അങ്ങനെ ഒരു ട്രൂത്ത് ക്ലെയിം ഇല്ല. പൊയറ്റിക് ട്രൂത്ത് എന്ന് പറയും. പൊയറ്റിക് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ ഫാക്ച്വൽ ട്രൂത്ത് അല്ല. പൊയറ്റിക് ട്രൂത്ത് എന്ന് പറയുന്ന അറിയാലോ, ഫിലോസഫി ആണല്ലോ താങ്കളുടെ വിഷയം, ഊഹിക്കാം. സോ ഹാരി പോട്ടർ ഈസ് ഓക്കെ. ഗോഡ് ഈസ് ഹാരി പോട്ടർ എന്നാണ് നമ്മളുടെ അന്നത്തെ ഈ 2022 ലിറ്റ്മസിൻ്റെ മുദ്രാവാക്യം. ഗോഡ് ഈസ് ഹാരി പോട്ടർ. ഗോഡ് എന്ന് പറയുന്നത് ഹാരി പോട്ടറാണ്. പക്ഷേ ഇവർ പറയുന്നത് എന്താണ്? റിലീജിയൻ ആൻഡ് മതാത്മക രാഷ്ട്രീയക്കാർ പറയുന്നത് ഗോഡ് ഹാരി പോട്ടർ അല്ല. വേറെ എന്താണ്? ഗോഡ് ഈസ് ട്രൂ, ഗോഡ് ഈസ് ലവ്, ഗോഡ് ഈസ്, ഇതാണ് പറയുന്നത്. അപ്പം ഇത് തമ്മിലുള്ള വ്യത്യാസം വളരെ ഹ്യൂജാണ്. പക്ഷേ ഈ ഒരു യക്ഷിയിൽ ഇത് അവസാനിക്കില്ല. ചാത്തന്മാർ വരുന്നുണ്ട്, കത്തനാർ വരുന്നുണ്ട്. 390ഓളം ചാത്തന്മാരുണ്ടെന്നാണ് ഒരു പോസ്റ്റിൽ കണ്ടത്. അതെ, അത് ഈ ഞാൻ ചോദിക്കുന്നത്, ഈ കള്ളിയങ്കാട്ട് നീലിയിൽ മയങ്ങിയോ യുവതലമുറ, അല്ലെങ്കിൽ കള്ളിയങ്കാട്ട് നീലിക്ക് ചുണ്ണാമ്പ് കൊടുത്തോ എന്നുള്ളതാണ് ചോദ്യം. ഈ കള്ളിയങ്കാട്ട് നീലിയുടെ ഒരു വലിയൊരു ഡിപ്രഷൻ കാലഘട്ടം ഈ KSEBയുടെ ആവിർഭാവത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ സ്ട്രീറ്റ് ലൈറ്റുകൾ വന്നതോടുകൂടിയാണ് ഈ നീലിയുടെ ഒരു പ്രഭാവം ഇത് ശരിക്കും കുറഞ്ഞു വന്നത് ഇന്ത്യയിൽ, അല്ല കേരളത്തിൽ. ആളുകൾക്ക് മനസ്സിലായി എന്താണ് ഈ നീലി എന്നൊക്കെയുള്ള ക്യാരക്ടർ. നീലി മാത്രമല്ല, ഞാൻ ആ പടം കണ്ടില്ല കേട്ടോ, ഞാൻ താങ്കൾ പറയുന്നതിന് റെസ്പോണ്ട് ചെയ്യാണ്. ഇപ്പോൾ ദേശാടനം എന്ന് പറയുന്നൊരു സിനിമയുണ്ട്. ഈ ദേശാടനമൊക്കെയാണ് ഇവിടുത്തെ റിവൈവലിസത്തിൻ്റെ. അതുപോലെ തന്നെ സുരേഷ് ഗോപി മഴ പെയ്യാനായിട്ട് യാഗം നടത്തുന്ന ഒരു സിനിമ, എന്താണ് പൈതൃകം, ദേശാടനം, പിന്നെ കുറേ അയ്യപ്പൻ്റെ സിനിമകൾ, കടമറ്റത്ത് കത്തനാർ എന്ന് പറയുന്ന ഒരു സീരിയൽ, അത് സിനിമയാണെന്ന് തോന്നുന്നു. ഈ സാധനങ്ങളെല്ലാം, പിന്നെ രാമായണം, മഹാഭാരതം സീരിയലുകൾ, ഇതൊക്കെ ഉണ്ടാക്കുന്നത് ആക്ച്വലി മനുഷ്യൻ്റെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ഉറങ്ങിക്കിടന്ന അന്ധവിശ്വാസ സ്മരണകൾ, ആ ഒരു സാധനത്തെ കൂടുതൽ ആഴിയിൽ നെയ്യൊഴിക്കുന്നത് പോലെ ചെയ്തൊരു കാര്യമാണ്. അത് എന്തുകൊണ്ടാണ് കത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് ഹിറ്റായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാധനം ഉള്ളത് കൊണ്ട് അവർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്താണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു പുലിക്ക് ഒരു മാൻകുട്ടിയെ കാണുമ്പോൾ ഉണ്ടാകുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുലിയിലുള്ളത് മാൻകുട്ടി എന്നുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോൾ അത് ഇൻസൈറ്റഡ് ആവുകയാണ്, അല്ലേ? ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇന്നത്തെ കുട്ടികളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവർ റാഷണലിസമായിട്ട് അവർക്ക് വലിയ ബന്ധമൊന്നുമില്ല. മിസ്റ്റേക്കൺ ഇഫ് യു തിങ്ക് ദാറ്റ് ദേ ആർ വെരി സയൻറ്റിഫിക്. ദേ ആർ നോട്ട്. നിങ്ങൾ കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ചെന്ന് നോക്കുക, കുട്ടികൾ ഇന്നത്തെ ഈ ഏജ്ഡ് പോപ്പുലേഷനേക്കാൾ ദയനീയമായ അവസ്ഥയിലാണ് ഈ കരുത്. ഏത് തരത്തിലാണത്? യു ആർ ടോക്കിംഗ് അബൌട്ട് റാഷണലിസം. യാ, ദേ ആർ നോട്ട്. അവർ റാഷണൽ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്നോണം ഈ കാലും വെട്ടും കൈയും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്നുള്ള മുദ്രാവാക്യം വിളിക്കാൻ അവരെ കിട്ടുമോ? അവർ ലോകത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നവരാണെങ്കിൽ, അവർക്ക് രാഷ്ട്രീയ അവബോധമുള്ളവരാണെങ്കിൽ ഇങ്ങനെയുള്ള മുദ്രാവാക്യം വിളിക്കാനും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ അവരെ കിട്ടില്ല. നിങ്ങൾക്ക് ഒരു മാഫിയയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ എവിടെ നിന്നുള്ള ആളുകളെയാണ് കിട്ടുന്നത്? എങ്ങനെയുള്ള ആളുകളെയാണ് കിട്ടുന്നത്?
Can you be recruited to a mafia? No, you would object. നമ്മൾ എവിടെ എത്തിച്ചേരുന്നു എന്നുള്ളതിൽ നിന്നും നമ്മൾ എന്താണ് എന്നുള്ളത് വ്യക്തമാവുകയാണ്. നമ്മുടെ കുട്ടികളോ നമ്മുടെ ചെറുപ്പക്കാർ അല്ല യുവത്വമൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ വിശ്വസിക്കുന്നത് പോലെ റാഷണലോ സയൻറ്റിഫിക്കോ ഒന്നുമല്ല. ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിപ്പിച്ചിരുന്ന കാലഘട്ടത്തിൽ അവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റും ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റും തമ്മിൽ വലിയൊരു മത്സരം ഉണ്ടായിരുന്നു. ആ മത്സരം ഒരിക്കലും കൂടുതൽ ഗവേഷണ ഫലങ്ങൾ ആര് പുറത്തുവിടും, എക്സലൻസ് കൂടുതൽ ആര് പ്രദർശിപ്പിക്കും എന്നുള്ളതിനെ ആസ്പദമാക്കിയായിരുന്നില്ല. മറിച്ച് അവർ പൊതുവായി പങ്കിട്ടുകൊണ്ടിരുന്ന ഒരു കോട്ടയാടുണ്ട്, ഒരു മുറ്റം ഉണ്ടായിരുന്നു. അവിടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ആരാണ് പൊങ്കാലയിടേണ്ടത് എന്നുള്ള തർക്കമായിരുന്നു അവരെ തമ്മിലുള്ള. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ്? കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. യൂണിവേഴ്സിറ്റി കോളേജ്, ദേ ആർ ഷെയറിങ് ദ സെയിം കോട്ടയാട്. ആൻഡ് സോ ദേ ആർ, ഇവിടെ ആരിക്കണം. ഇതാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവസ്ഥയെങ്കിൽ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കുക. യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അവസ്ഥ പലരും കരുതുന്നത് എന്തോ അവിടെ എന്തോ വിപ്ലവ സൂര്യനുണ്ട്, എന്തോ പുരോഗമനാത്മകമാണെന്ന്. അത് ഭയങ്കര അന്ധവിശ്വാസമാണ്, അതിമാരകവും ഭീകരവുമായ അന്ധവിശ്വാസമാണ്. ഈ ദൈവങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടം, അല്ലെങ്കിൽ പോരാട്ടം എന്നോ പ്രചരണമെന്നോ എന്തോ വേണമെങ്കിലും വിളിക്കാം. പക്ഷേ അതിൽ നടന്ന് ചെല്ലുമ്പോൾ മറ്റൊരു ദൈവത്തിലാണ് എത്തിയത് എന്ന് പറഞ്ഞിട്ടൊരു വിമർശനമുണ്ട്. അറിയാമല്ലോ, രവിചന്ദ്രൻ ദൈവം എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു. അതെ, ഈ പറയുന്നോണം ഇപ്പം ഞാനിവിടെ വന്നിരിക്കുന്നു, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെക്കാളോ നിങ്ങൾ എന്നെക്കാളോ ഒരുപടി മുകളിലോ താഴെയോ അല്ല ഒരു കാര്യത്തിലും, അവകാശങ്ങളുടെ കാര്യത്തിലോ അധികാരങ്ങളുടെ കാര്യത്തിലോ ഒന്നുമല്ല. എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ താങ്കളുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു, താങ്കൾ എൻ്റെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം. ഇതാണ് എൻ്റെ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ അടിസ്ഥാനം. ഈ മതത്തിന് ഏറ്റവും എതിരായിട്ടുള്ള കാര്യം ആണ് ഇപ്പോൾ എയ്ത്തീസ് എന്ന് പറയുന്നത്. അതിനെ എന്താണ് ആളുകൾ പറയുന്നത്? അതും ഒരു മതമാണ്. ചുമ്മാ നാക്ക് വിളയ്ക്കുമ്പോൾ അതും ഒരു മതം. അതെങ്ങനെ മതമാണ്? അല്ല, അത് മറ്റേതൊരു മതം, ഇതും ഒരു മതം അല്ലേ. ഇപ്പോൾ ഇതൊരു മാർക്സിസ്റ്റ് കാഴ്ചപ്പാടാണ്. അതെന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം ജീവിതം മരണമാണ്, ലൈഫ് ഈസ് ഡെത്ത് എന്ന് പറയാൻ ഓരോ നിമിഷവും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരാൾ ആത്മഹത്യ ചെയ്യുന്നവനെ നോക്കി ഇതേ ആൾക്കാർ പറയും അവൻ നേരത്തെ മരിച്ചു, നിങ്ങൾ കുറച്ചുകൂടെ സമയം എടുത്ത് മരിക്കുന്നു. എന്താ വ്യത്യാസം? രണ്ടു കൂട്ടരും മരിക്കുകയാണ്. എത്തീസവും മതമാണ്, മതവും മതമാണ്. ആഹാ, എത്ര വലിയ പ്രൊഫൗണ്ടായിട്ടുള്ള ആശയം. അതുപോലെ ഒരു എത്തീസം പറയുന്ന ഒരാളെ കൂടുതൽ ആളുകൾ ആരെങ്കിലും ശ്രദ്ധിക്കുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും സ്വീകാര്യതയോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ പറയും അയാൾ അടുത്ത ദൈവമാകുമ്പോൾ പറയുന്നു എന്നല്ലാതെ അതിനകത്ത് എന്തെങ്കിലും ഒരു തെളിവോ ബാക്ക്ഗ്രൗണ്ടോ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യമില്ല. സോ ഐ ടേക്ക് ഇറ്റ് ആസ് എ ജോക്ക്, അത്രേ ഉള്ളൂ. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മതവിരുദ്ധവും ദൈവവിരുദ്ധവും അന്ധവിശ്വാസ വിരുദ്ധവും പ്രത്യയശാസ്ത്ര വിരുദ്ധവും സ്വതന്ത്ര പക്ഷപാതിത്വമുള്ള ഒരു ചിന്താ വ്യാപാരമാണിത്. ഇവിടെ നിങ്ങൾക്ക് അതിനെ എന്ത് വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ ഒരു കാലത്ത് ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ട് വേണമെങ്കിൽ പിന്നെ നമ്മളൊരു പ്രസംഗം നടത്തുമ്പം അതിപ്പോൾ BJPക്ക് എതിരാണെങ്കിൽ BJPക്കാർ വന്ന് ഡാഷ് എന്ന് വിളിക്കും. അത് CPMകാർക്കെതിരാണെങ്കിൽ അവർ ഡാഷ് എന്ന് വിളിക്കും. ഇത് നോർമലി നടക്കുന്ന കാര്യം. അങ്ങനെ ഓരോരോ ടാഗുകളും ചാപ്പുകളും എന്നുള്ളതേ ഉള്ളൂ. ഞാനത് വലിയ എന്താ പറയുക, ഒരു സംഭാഷണത്തിന് യോഗ്യമായ ഒരു കാര്യമായിട്ട് കാണുന്നില്ല. കണ്ടു കഴിഞ്ഞാൽ അതിനെ വെറുതെ ഐ തിങ്ക് ഇറ്റ്സ് വെരി സില്ലി. ഈ ലിറ്റ്മസിന് മുൻപായിട്ട് അതിൻ്റെ ഒരു മുന്നോടിയായിട്ടുള്ള ചില കാര്യങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ ഒരു ഉദ്ദേശിക്കുന്നത്? നേരത്തെ നടന്നിട്ടുള്ളതാണോ? ബ്രെയിൻ സർജറി. അതെ, ബ്രെയിൻ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെയൊക്കെ പലരും പറയാറുണ്ട്, നിങ്ങളിപ്പോൾ എന്താണ് പറയുക, സോഷ്യൽ മീഡിയയിലുള്ള മതവർച്ചനാണ്, അത് ആർക്കും പറ്റും, അതുകൊണ്ടാണ് ആൾ വരുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയ അവരുടെ മുന്നിലുണ്ട്, അവർക്ക് വിമർശിക്കാം. പക്ഷെ അതവർ ചെയ്യാതെ ആണ് ഈ പറയുന്നത്. പോട്ടെ, അപ്പോൾ പറയും നിങ്ങൾക്ക് തെരുവിലിറങ്ങാമോ, തെരുവിലിറങ്ങി നിരീശ്വരവാദം പറയാമോ എന്ന് പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട് വെല്ലുവിളിയായിട്ട്. എന്ന് വെച്ചാൽ തെരുവിലിറങ്ങി പറയുമ്പം എന്തെങ്കിലും കിട്ടും, അത് കാണുമ്പോൾ ഒരു സന്തോഷം, അതാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ തെരുവിൽ എന്താണ് പ്രശ്നം? തെരുവിൻ്റെ പ്രശ്നമല്ലേ, അത് നമ്മുടെ പ്രശ്നമല്ലല്ലോ. ബ്രെയിൻ സർജറി എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ എസൻസ് മുന്നോട്ട് വെക്കുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഒറ്റ വാക്കിലുള്ള ഒരു വിശദീകരണമാണ്. വാട്ട് വി ആർ ഡൂയിങ് ഈസ് സെറിബ്രൽ എഡിറ്റിംഗ്, സെറിബ്രൽ റീഫോമാണ്. അതായത് ബട്ട് വി ആർ നോട്ട് യൂസിങ് സ്കാപ്പൽ ഉപയോഗിക്കുന്നില്ല. ശസ്ത്രക്രിയ ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കാതെ നിങ്ങൾ ആശയപരമായി മസ്തിഷ്കത്തെ പുതുക്കിപ്പണിയാണ്.
വി ആർ കണ്ടക്ടിങ് എ സർജറി ബട്ട് ബ്ലഡ് കിനിയ, അതായത് രക്തം കിനിയാതാണ് ശസ്ത്രക്രിയ, ചോര പൊടിയാത്ത ഒരു ശസ്ത്രക്രിയയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ ആളുകളെ ഈ ശാസ്ത്രത്തിൻ്റെയും മാനവികതയുടെയും പുരോഗമനത്തിൻ്റെയും വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. ഇത് കൊണ്ടുവരാത്ത ആളുകളാണ് ഓരോരോ ദേ സിംപ്ലി ക്ലെയിം. ഇത് ഈ പറഞ്ഞ നമ്മുടെ പുരോഗമന പാർട്ടികൾ എന്നൊക്കെ പറയുന്നത് ജസ്റ്റ് ലൈക്ക് ഒരു ഷീറ്റ് എടുത്തിട്ടിരിക്കുകയാണ്, അടിയിലെല്ലാ മാലിന്യങ്ങളും ഉണ്ട്, പക്ഷേ ഒരു വലിയൊരു പരവതാനി അങ്ങ് വിരിച്ചിരിക്കുകയാണ്. പരവതാനിക്ക് ചുവപ്പ് നിറമാണ്, പക്ഷേ അകത്ത് നിങ്ങളൊന്ന് മാറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മൂക്ക് കൊത്തേണ്ടി വരും. ഇതാണൊരു പ്രശ്നം. അപ്പം ഈ ബ്രെയിൻ സർജറി എന്ന് പറയുന്ന ആ ഒരു സംഗതി നമ്മൾ പുറത്തേക്ക് തെരുവുകളിൽ എത്രമാത്രം വിജയമാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നടത്തിയിരുന്നു, നല്ല വിജയമായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. വിജയമാണെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പറയാൻ കാര്യം, ഐ ഡോണ്ട് ബിലീവ് ഈ വൈകാരികമായി മാറ്റാൻ കഴിയുന്ന അല്ലെങ്കിൽ വൈകാരികമായി മനുഷ്യനെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇപ്പോൾ ഒരു പാർട്ടി സമ്മേളനം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിനിമ, അല്ലെന്നുണ്ടെങ്കിൽ മതസമ്മേളനം, അവിടെയൊക്കെ ഈ വൈകാരികത കൊണ്ടാണ് യഥാർത്ഥത്തിൽ വൈകാരികതയാണ് അതിൻ്റെ അടിസ്ഥാനം. പക്ഷേ വൈചാരികതയാണ് യഥാർത്ഥത്തിൽ നമ്മൾ സയൻസോ അല്ലെ എത്തീസോ ഒക്കെ മുന്നോട്ട് പോകുന്ന വൈചാരികതയാണ്. അത് നമ്മളൊരു തെരുവിൽ ചെന്ന് സംസാരിക്കുമ്പോൾ അവിടെ സാധനം വാങ്ങിക്കാൻ വന്നവരോ, വണ്ടി കാത്ത് നിൽക്കുന്നവരോ, അല്ലെന്നുണ്ടെങ്കിൽ അതിലൂടെ കടന്നു പോകുന്നവരോ, ബസ്സിലിരിക്കുന്നവരോ, അവർ കുറച്ച് കേൾക്കും. അവർ കേൾക്കുന്ന കൗതുകം കൊണ്ടായിരിക്കും, അവരെങ്ങനെ പോകും. കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അവർ വന്നാൽ തന്നെ അവർ തറയിലിരിക്കാനോ പൊടിയിലും ചൂടിലോ ഒക്കെ ഇരിക്കാൻ നമ്മൾ നിർബന്ധിക്കുന്ന തന്നെ അവരോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. അവർക്ക് എത്ര നേരം കേട്ടോണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ ബേസിക്കലി ഇതിനൊരു ക്യൂരിയോസിറ്റി എലമെൻ്റ് എന്നല്ലാതെ ഇതിനകത്തൊരു വലിയൊരു ഇമ്പാക്റ്റ് ഇല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ ഒരു വ്യക്തിപരമായിട്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരുവിലേക്ക് കൊണ്ടുപോയി വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സാധനമല്ല സയൻസും നാസ്തികതയും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ഇത് ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ താല്പര്യമുള്ളവർ വന്ന് ഒരാൾ ശ്രദ്ധിച്ചു, അയാൾ മാറ്റം ഉണ്ടായി, അയാളിൽ നിന്ന് പടർന്ന് ആശയങ്ങളുടെ ഒരു സ്ട്രീം ഓഫ് ഐഡിയാസ് ഉണ്ടാവുക. അത് സ്വന്തം വീട് തൊട്ട് ചുറ്റുപാട് ഒരു മനുഷ്യന് ഒരു പ്രകാശവലയം, ആശയങ്ങളുടെ ഒരു പ്രകാശവലയം ഉണ്ടാവുക. അയാൾ സഞ്ചരിക്കുന്നിടത്ത് അയാളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് വരും. ഒരു മാഗ്നറ്റ് എങ്ങനെയാണോ ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾ സംസാരിക്കുന്ന നിങ്ങളുടെ നിലപാടിൽ നിന്നും സംസാരത്തിൽ നിന്നും സമാന ചിന്താഗതിക്കാരൻ ഒരു സബ് എഡിറ്റർ വന്ന് ചോദിക്കുകയാണ്, സാർ എത്തിസ്റ്റാണോ, സാർ ഇങ്ങനെയാണോ എന്ന് ചോദിക്കുന്നു, നമ്മൾ സംസാരിക്കുന്നു. അങ്ങനെ ഇതാണ് യഥാർത്ഥത്തിൽ നടക്കേണ്ടത്. പക്ഷെ അവിടെ ഇത് നടക്കണം. അത് തെരുവിൽ എത്രമാത്രം വിജയമാണെന്നറിയില്ല. പക്ഷേ ഇതിനൊരു എന്താ പറയുന്ന ഒരു ഒപ്റ്റിക്കലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ തെരുവിൽ പോയി പറയുന്നു എന്നുള്ളത് പലർക്കും ഒരു ധൈര്യമായിട്ട് വരും. പിന്നെ ഇത് ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലേ, ഒരു കാഴ്ച, അതിനൊരു സാമൂഹ്യ പ്രാധാന്യമുണ്ട്. പിന്നെ ലിറ്റ്മസുമായിട്ട് ബന്ധപ്പെട്ട് ലിറ്റ്മസിൻ്റെ ലിറ്റ്മസ് നടക്കുന്നു, നിങ്ങൾ വരിക, അതായത് ഒരു വിസിബിലിറ്റി ഫാക്ടർ, അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഇത് നല്ല സഹായമാണ്. കഴിഞ്ഞ വർഷം നല്ല വിജയമായിരുന്നു, ഈ വർഷം നല്ല വിജയമായിരിക്കും എന്ന് കരുതുന്നു. 5 സ്ഥലങ്ങളിലാണ്, 5 അല്ല, ഇപ്പോൾ 8-9 സ്ഥലങ്ങളിലുണ്ട്. എറണാകുളത്ത് തന്നെ 3-4 ഉണ്ട്, കോഴിക്കോടുണ്ട്, തിരുവനന്തപുരത്തുണ്ട്, മൂവാറ്റുപുഴയുണ്ട്, പിറവം ബസ് സ്റ്റാൻഡ്, അങ്ങനെ 8-9 സ്ഥലങ്ങളിൽ ഇപ്പം നടക്കാൻ പോവുകയാണ്. ചെറിയ നഗരങ്ങളിലുണ്ട്. ചെറിയ ഇതാണ്. ഒരുപാട് റിസ്ക് ഇല്ല. പണ്ട് സായികുമാർ പറയുന്ന ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്നത് നമ്മൾ പോലീസുകാരൊക്കെ പറയുകയാണെങ്കിൽ അവർ ആദ്യം പറയും, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നിങ്ങൾ എന്തിനാ ചെയ്യുക, നിങ്ങൾ മുറി അടച്ച് അങ്ങനെ ചെയ്യൂ. പിന്നെ നമ്മൾ തന്നെ എതിർക്കുന്ന ഒരുപാട് കാര്യങ്ങൾ, നമ്മൾ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഈ പൊതുസ്ഥലങ്ങളിൽ ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടയുന്ന രീതിയിലൊന്നും പാടില്ല. അതുപോലെ തന്നെ ശബ്ദം, അപ്പോൾ അതിനെല്ലാം വിധേയമാക്കിക്കൊണ്ട് സ്വയം പരിമിതപ്പെട്ടുകൊണ്ട് ഇത് രണ്ടും തടയാത്ത രീതിയിൽ ആണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതൊരു ഒപ്റ്റിക്സ് എന്ന നിലയിൽ അതിന് സാധ്യതകളുണ്ട്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് ആസ് ഒരു എന്താണ് ലിറ്റ്മസിൻ്റെ ഒരു പ്രചരണം, അതാണ് പ്രധാനമായിട്ട്. ഇതിനേക്കാൾ ധൈര്യം ഞാനെൻ്റെ ചാൾസ് ശോഭരാജിലെ കണ്ടിട്ടുള്ളൂ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഞാൻ അതിന് നിരന്തരം പറയുന്നൊരു കാര്യം, ഐ ആം നോട്ട് ഫിയർലെസ് ബട്ട് ഐ ഫിയർ ലെസ് എന്നാണ്. ഭയമില്ലാത്ത വ്യക്തിയല്ല, എല്ലാം ഉണ്ട്. പക്ഷെ മനുഷ്യരുടെ ഇടയിൽ 2 തരം മനുഷ്യരേ ഉള്ളൂ. ഭയം അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ സദാ എടുക്കുന്ന മനുഷ്യരുണ്ട്. ഇന്നത്തെ രാഷ്ട്രീയത്തിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ തീരുമാനത്തിൻ്റെ മാതാവെന്ന് പറയുന്നത് ഭയം, ആശങ്ക എന്നുള്ളതാണ്. സത്യം എന്താണ്, വസ്തുത എന്താണെന്നല്ല, നിങ്ങൾ എവിടെ നിൽക്കുന്നു. ഇപ്പോൾ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിലായാലും നിങ്ങൾ എവിടെ എന്തോ നിൽക്കുന്നു എന്നുള്ളത്, നിങ്ങൾ അതിൻ്റെ വസ്തുതകളും അതിൻ്റെ ഫാക്ട്സ്, അതിനകത്തെ നീതി,
ഫാക്ട്സ് എവിഡൻസ് ഒന്നും പരിശോധിച്ചിട്ടല്ല. നിങ്ങൾ നോക്കുമ്പോൾ ഇത് ഏത് പക്ഷത്താണ് കൂടുതൽ ആളുകൾ നിൽക്കുന്നത്, ഏത് പക്ഷത്തിനാണ് കൂടുതൽ വിസിബിലിറ്റി ഉള്ളത്, ഏത് പക്ഷത്ത് നിന്നാലാണ് എൻ്റെ സാധ്യതകൾ കനപ്പെടുക, ഇങ്ങനെ ചിന്തിച്ച് അതാണ് ഭയജന്യമായ തീരുമാനങ്ങൾ, നിലപാടുകൾ. അപ്പോൾ എൻ്റെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് ഭയത്തിൽ നിന്നല്ല നിങ്ങളുടെ തീരുമാനങ്ങളും നിലപാടുകളും വരേണ്ടത്. യു ഷുഡ് നെവർ നെഗോഷിയേറ്റ് ഔട്ട് ഓഫ് ഫിയർ. യു ഷുഡ് നെവർ ഫിയർ ടു നെഗോഷിയേറ്റ് എന്നുള്ളതും ഒരു വസ്തുതയാണ്. നെഗോഷിയേറ്റ് ചെയ്യണം, അത് പ്രസിദ്ധമായ ഒരു അമേരിക്കൻ രാഷ്ട്രതന്ത്രജ്ഞൻ്റെ വാക്കുകളാണ്. അപ്പോൾ അതുപോലെ നിലപാടുകൾ എടുക്കുന്നത് ഭയത്തിൽ നിന്നാകാൻ പാടില്ല. അതെങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേറെ കാര്യമില്ല, മറ്റു കാര്യങ്ങളൊന്നും നിങ്ങളിങ്ങനെ നിലപാടല്ലേ എടുക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ വസ്തുത നോക്കും, അത് നോക്കും, ഇത് നോക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ ഇത് എവിടെ നിന്ന് വരുന്നു? ഇത് നിങ്ങളുടെ ഭയത്തിൽ നിന്നും ആശങ്കയിൽ നിന്നും അതെങ്ങനെ നിങ്ങളെ ബാധിക്കും എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഈ ഒരു രാഷ്ട്രീയം വരുന്നത്. എസൻസ് നേരെ തിരിച്ചാണ്. ഫാക്ട് ബേസ്ഡ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ബേസ്ഡ് ഓൺ ഫിയർ. വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ഭീഷണികളോ സംഭവങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ഭീഷണി ഇപ്പോൾ ഈ അടുത്തിടെ ഇല്ല. അതൊന്നും ഞാൻ ഭീഷണിയുള്ള നടുവിൽ കഴിയുന്ന ഒരു മനുഷ്യനാണെന്ന് ഞാനിരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബാക്കിയുള്ളവർക്ക് ഉള്ള ആത്മവിശ്വാസം കൂടി ഇല്ലാതായി പോകും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ വലിയ ഇത് ചെയ്യാറില്ല. ഓഫ് കോഴ്സ് പ്രതിരോധങ്ങൾ ഉണ്ടാവാറ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നാസിക ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നങ്ങളില്ല. എന്നോട് ആരും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വന്നിട്ട് ഇപ്പം എന്നെ കഴിയുന്ന ഒറ്റപ്പെടുത്താനാണ് കഴിയുക. ഈ ഒറ്റപ്പെടുത്തൽ എന്നെ ബാധിക്കില്ല. കാര്യം ഞാൻ തന്നെ വിചാരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും രസകരം, ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഞാനൊരു ബേസിക് ലോണറാണ്. അപ്പം എനിക്ക് എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടാകുക എന്ന് പറയുന്നത് എൻ്റെ ഡിഫോൾട്ട് കണ്ടീഷനല്ല. അപ്പോൾ അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്താനോ അങ്ങനെ ബഹിഷ്കരിച്ചോ എന്നെ ശിക്ഷിക്കാൻ കഴിയില്ല. മറിച്ച് ആളുകൾ അങ്ങനെയല്ല. അവരെ ഒറ്റപ്പെടുത്തുമ്പോൾ അവർക്ക് ശരിക്കും ഫീൽ ചെയ്യും, അവർക്ക് ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ അവർ മെല്ലെ സോഫ്റ്റൻഡ് ആവും. അപ്പം എൻ്റെ ഒരു അനുഭവം വെച്ചുകൊണ്ട് എനിക്കിതിനെ വിശദീകരിച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. ഇപ്പോൾ അടുത്തിടെ തന്നെ ഈവൻ നിസ്സാരമായിട്ട് പറയാനുള്ള ശബ്ദം മലിനീകരണം, നമ്മളതിനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. എല്ലാ നിയമങ്ങളും പറയുന്നുണ്ട് ഈ കോളാമ്പി ഉപയോഗിക്കാൻ പാടില്ല, മനുഷ്യൻ്റെ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കാൻ പാടില്ല. ഈ ഒരു ശാസ്ത്രബോധം സ്കൂളുകളിലോ കോളേജുകളിലോ ഇല്ല. ഞാൻ ഇപ്പം ജോലി ചെയ്യുന്ന കോളേജുകളിൽ തന്നെ പറയാറുണ്ട്, നിങ്ങളൊരു 2 മിനിറ്റ് എങ്ങനെയാണ് ഈ ശബ്ദം നമ്മളെ ബാധിക്കുന്നത്, എന്താണ് ശബ്ദം എന്നൊന്ന് പറയുമെന്ന് ഞാൻ പലർക്കും പറയാറുണ്ട്. ഞാൻ ക്ലാസ്സിലെല്ലാം പറയുന്നുണ്ട്, എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട്. പിള്ളേരൊന്നും ശ്രദ്ധിക്കാറില്ല. അമ്പലങ്ങളിലും പള്ളികളിലും മറ്റ് ആരാധനാലയങ്ങളിലും ഒക്കെ ഈ ശബ്ദം വളരെ ശക്തമായ നിയമങ്ങൾ എത്രയോ വർഷമായിട്ട് ഇവിടെ നിലവിലുണ്ട്. അതിശക്തമായ പരാതിപ്പെട്ടുന്നവന് 10,000 രൂപ കിട്ടുന്ന നിയമങ്ങളുണ്ട്, 1,00,000 രൂപ വരെ. ഇത് നിങ്ങളൊരു ക്രാക്ക് വെടിക്കെട്ട് അത് ഏറ്റവും നിങ്ങളുടെ ചെവിക്ക് സാരമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 1,00,000 രൂപ വരെ കിട്ടും. അപ്പോൾ പരാതിപ്പെടുന്നവർക്ക് ഒരു ഇൻസെൻറ്റീവ് ഉള്ള നിയമങ്ങളാണ് നമ്മൾ നടപ്പിലാക്കാൻ നോക്കുമ്പോൾ. ഈ അടുത്ത വിശ്വഹിന്ദു പരിഷത്ത് അതേപോലുള്ള സംഘടനകൾ നിങ്ങളൊരു ലൈവായിട്ടുള്ള ഒരു വീഡിയോ കിടപ്പുണ്ട്, ഇപ്പോഴും കിടപ്പുണ്ട്. ഞാൻ പോലീസിൽ വിളിച്ചു പറഞ്ഞു, ഈ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സ്റ്റേഷനിൽ ഒരു അമ്പലത്തിൽ ഇത് നിർത്താൻ പറഞ്ഞാണ്. അപ്പോൾ നിരന്തരമായി പോലീസ് വന്ന് അവർക്ക് ഭയങ്കര ശല്യമായി. അപ്പോൾ അവരൊരു ലൈവ് തന്നെ ഒരാളെ വിളിച്ചു വരുത്തിയിട്ട് സംഘടിപ്പിച്ച് ലൈവായിട്ട് വിട്ടു. ഇങ്ങനെ ഒരാളുണ്ട്, അയാൾ ഭയങ്കര പ്രശ്നമാണ്, അയാൾ അമ്പലത്തിലൊക്കെ പണ്ട് വന്നിരുന്ന് ചീട്ട് കളിച്ചിട്ടുള്ള ആളാണ്, ദൈവനിഷേധിയാണ്, അയാൾക്ക് മാത്രമേ പ്രശ്നമുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെ ഹിന്ദു ഐക്യവേദിയുടെ ആൾക്കാർ പറഞ്ഞു, ഞങ്ങൾ അയാളുടെ വീട്ടിലേക്ക് മാർച്ച് നടത്തും, അതിൽ ഇതിനൊരു പരിഹാരമില്ല, ഇങ്ങനെ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണി ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഭീഷണികളാണ് കൂടുതലും. മറിച്ച് അല്ലാതെ ഒരു ഉമക്കത്ത്, പിന്നെ ഇടയ്ക്ക് ഇൻ്റലിജൻസ് അങ്ങനെയൊക്കെയുള്ള അവരൊക്കെ എന്നെ വിളിച്ച് ഈ അടുത്തിടെ 2 വർഷമായി അങ്ങനെ ആരാൻഡ്രയിൽ നിന്ന് പിടിയിലായ ഒരാൾ എന്നൊക്കെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, അതിൽ എൻ്റെ പടം ഉണ്ടായിരുന്നു. അത് എന്താ കാര്യം, അങ്ങനെയൊക്കെയുള്ള ചെറിയ കേസുകളുള്ളൂ. അല്ലാതെ ഒരു വിഷയങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല.